അതായത് നമ്മൾ 5000-ന്റെ ഓഫർ കൊടുത്തു അല്ലേ? 5000 ഒന്നുകിൽ കാറിന്റെ മുകളിൽ പറഞ്ഞ വിലയിൽ നിന്ന് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഫ്യൂവല്, അല്ലെങ്കിൽ ക്യാഷ്, മൂന്നായിട്ടാണ് വരുന്നത്. ഓഫർ എന്ന് പറയുന്നത് മറ്റേ അതുകൊണ്ട് ഇങ്ങനെ കുറക്കാം. ഗുരുവായൂർ വണ്ടികൾ സ്വിഫ്റ്റ് കൂടുതൽ കാണാറുണ്ടല്ലോ. വരുന്ന സ്വിഫ്റ്റുകൾ മുക്കാൽ ഭാഗം ഗുരുവായൂർ വണ്ടിയാണ് കാണാറ്. കൂടുതൽ ഇവിടുത്തെ സ്വിഫ്റ്റാന്ന് തോന്നുന്നു ഇഷ്ടം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും തൃശ്ശൂർ ജില്ലയിലോട്ട് വന്നിരിക്കുകയാണ്. തൃശ്ശൂർ വരുമ്പോൾ എന്തായാലും ബ്രോസ്കാസിൽ ആദ്യം വരണം അല്ലേ? ബ്രോസ്കാസിൽ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മമ്മിയൂരാണ്. മമ്മിയൂർ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ ലിറ്റിൽ പവർ കോളേജ്, അതിൻ്റെ ഓപ്പോസിറ്റ് രാജ പമ്പുണ്ട്, ഇന്ത്യൻ ഓയിൽ പമ്പ്, അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ. ഓക്കെ, ഇതാണ് ബ്രോസ്കാസ്റ്റ് ലൊക്കേഷൻ. നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഇന്ന് കുറച്ച് ഭീമാകാരമായ വണ്ടികളുണ്ട് അല്ലേ? SUV സെഗ്മെൻറ്റ് എല്ലാം കിട്ടുന്നൊരു ഷോറൂമാണ്. വണ്ടികളെപ്പറ്റി ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടാത്തൊരു ഷോറൂമാണ്. നമ്മളിതുവരെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകും. ആ ഒരു വിശ്വാസം തന്നെ ആൾക്കാർക്ക് എടുക്കാം. ഓക്കെ, പിന്നെ ന്യൂ ഇയർ ആവാറായി. എന്താണ്, എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ? നമുക്ക് ഒരു 5000 രൂപക്ക് ഫ്യൂൽ അടിച്ചു കൊടുക്കാം. 5000 രൂപ ഫ്യൂല് വേണ്ടാത്തവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. വണ്ടി പർച്ചേസ് ചെയ്യുന്നവർക്ക് 5000 രൂപയുടെ ഫ്യൂല് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കയ്യിലേക്ക് തരുന്നുണ്ട്. ലാസ്റ്റ് റേറ്റിൽ കൊടുക്കാം, അല്ല ഫൈനൽ റേറ്റ് ആക്കാം. ഓക്കെ, MG ഉണ്ട്, ഇന്ന് ബെൻസ് ഒക്കെ കാണുന്നുണ്ടല്ലോ, കുറച്ച് ഹെവി സെഗ്മെന്റ്. MG ഉണ്ട്, അതേപോലെ കിയ ഉണ്ട്, ബ്രസ് ഉണ്ട്. ഓക്കെ, എല്ലാ സെഗ്മെന്റും ഉണ്ട്. ചെറിയ സ്വിഫ്റ്റ് കാര്യങ്ങളും സെയിലായി പോയി ഇടയിൽ. വണ്ടികൾ എടുത്തിട്ട് വേണം. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം മെഴ്സിഡസ് ബെൻസ് ആണ്, A200 അല്ലേ? ഓക്കെ, നമ്മൾ പുതിയൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് എൻട്രി ആവണമെന്ന് വിചാരിക്കുന്നവർക്ക് എടുക്കാൻ സ്വപ്നം കാണുന്നൊരു വണ്ടിയാണ്. KL 42 ഒറിജിനൽ കേരള. ഇത് ഒറിജിനൽ കേരള. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഒറിജിനൽ കേരള, സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ 81,000 കിലോമീറ്റർ. 81. ഓക്കെ, ഫുള്ള് കമ്പനി സർവീസ് ആണ്. മോഡൽ വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മോഡൽ 2015. 81,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഏകദേശം ഒരു 18 കിട്ടും. പ്രീവിയസ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ആളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരി. ഓക്കെ, ഇതിന്റെ മുന്നേ നമ്മളടുത്ത് ഉണ്ടായിരുന്നു, അതിലും ഏകദേശം മൈലേജ് ഉണ്ടായിരുന്നു. പൊതുവെ മെയിൻ്റനൻസ് വളരെ കുറവാണ് ഇതിന്, വളരെ കുറവാണ്. ബാക്കിയുള്ള മോഡൽസിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കമ്പനിയിൽ നിന്ന് എന്തായാലും ഒരു ചാർജ് വരും, അത് കാണണം. നല്ലൊരു സർവീസിന് 10-20 രൂപ വരും. 10-20,000 കാണണം. അപ്പോൾ അതും കൂടി മനസ്സ് കണ്ടിട്ടേ എടുക്കുന്നവർ. ഓക്കെ, വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ, എത്രയാ നമ്മുടെ ലാസ്റ്റ് നമുക്കൊരു 15,500 കൊടുക്കാം. 15,50,000. 2015 A200, 81,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസുള്ള വാഹനം. 15,50 കൊണ്ടുപോകാം. ലോൺ ഒരു 14 കിട്ടും. ഏകദേശം ഒരു 12-13 അറേഞ്ച് 13 വരെ കിട്ടും അല്ലേ? മാക്സിമം ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നമ്പർ ഫാൻസി ആണ്. 1000. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുടെ പെട്ടെന്ന് വിളിച്ചോ. പെയിൻറ്റിംഗ് ഒന്നും കയറിയിട്ടില്ലല്ലോ? മേജറായിട്ട് പെയിൻറ്റിംഗ് ഒന്നും കയറിയിട്ടില്ല. അടുത്തത് MGയുടെ ഹെക്ടറാണ്. KL 54 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2020 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 20,000 മാത്രം ഓടിയ വാഹനമാണ്. 4 വർഷമായി. 10 കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പാ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ലോ കിലോമീറ്റർ വാഹനം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ല? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡായി. എൻ്റെ പേരിൽ ആയിട്ട് വണ്ടി. നിങ്ങളെ പേരിലായിരുന്നു? ഓക്കെ. ഇപ്പോൾ മൂപ്പറിൻ്റെ പേരിലും അറിയാം. അപ്പോൾ ഉപയോഗിച്ചത് ഒരാളാണ് ശരിക്കും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് പോലും ടച്ചിങ് ഇല്ല. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഒരു 7 to 10 ഒക്കെ മൈലേജ് ഉണ്ടാവും മതി. പക്ഷേ ആ കംഫർട്ടും ആ ഒരു ലക്ഷറി ഫീലും എല്ലാം കൊണ്ട് എടുക്കുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. സെക്കൻഡ് മാർക്കറ്റ് ഓടിക്കാൻ വേറെ വണ്ടിയിലേക്ക് ഇത് യൂസ് ചെയ്യാൻ നമ്മൾ വേറെ വണ്ടി ഓടിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് 5 സീറ്ററാണ്, ഹെക്ടറാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കുക? ഇത് 13.5 കൊടുക്കുക. 13,50,000 രൂപയ്ക്ക് വെറും 20,000 കിലോമീറ്റർ ഓടിയ 2020 മോഡൽ ഹെക്ടർ ഷാർപ്പ്, ഏറ്റവും ടോപ്പിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. ഒരു 12 ലക്ഷം, 13 ലക്ഷം വരെ ലോൺ കിട്ടും. 13 കിട്ടും. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെൻറ്റിലാണ് ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നത്. താല്പര്യം പെട്ടെന്ന് വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ബ്രസ്സയാണ്. KL 54 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 വീഡിയോ, ഡീസലാണല്ലേ? ഡീസലാണ്. 77 ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, 17 എന്ന് പറയുമ്പോൾ ഡീസൽ വണ്ടീൻ്റെ ഓട്ടം പോയിട്ടുണ്ട്. അത്രയാണ്. അതിൻ്റെ സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ 80 സർവീസ് നമ്മൾ ഇവിടെ കൊടുന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ?
ഓക്കെ, എടുക്കുന്ന ആൾക്ക് ഇനി 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമുകളുണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, VDI ബ്രസ 2017 മോഡൽ 77,000 കിലോമീറ്റർ അല്ല, സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. മാനുവലാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ലാസ്റ്റ് നമുക്കൊരു 7 രൂപ കൊടുക്കാം. 7 ലക്ഷത്തിന് 2017 VDI 77,000 മാത്രമേ ഓടിയുള്ളൂ. ഡീസൽ വണ്ടി സംബന്ധിച്ച് 695. 695. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതെത്ര കിട്ടും? ലോൺ ഏകദേശം 6 ലക്ഷം രൂപ കിട്ടും. 6 ലക്ഷം വരെ ലോൺ കിട്ടും. ഓഫർ എന്ന് പറയുന്നത് മറ്റേ ഓഫർ അത് വേണം ഇങ്ങനെ കുറക്കാം. ഞാൻ വെച്ചാൽ അഡീഷണൽ ആണോ? ഓക്കെ, അടുത്തൊരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ ഇപ്പോൾ ക്രോസ് ഓവർ? ക്രോസ് എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, മാരുതി സുസുക്കി വാഗണറാണ് വണ്ടി. അലോയ്സ് കയറ്റിയേക്കുന്നത് നിസാൻ്റെ ആണ് അല്ലേ? ഓക്കെ, നല്ല അലോയ്സ് ആണ്. KL 5 രജിസ്ട്രേഷൻ വാഹനം. അലോയ്സിനെ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, ടയറും പുതിയതാണ് അല്ലേ? പുതിയ ടയർ, 4 അലോയ്സും പുതിയതാണ്. ആ സൈഡ് സീറ്റ് കവർ പുതിയ ഇതുണ്ട്. ആ, എങ്ങനെ കാര്യങ്ങൾ ബാക്കി? ഇത് 2020 ഓട്ടോമാറ്റിക് ആണ്. ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? VXI മിഡിൽ ഓപ്ഷനാണ്. ഓക്കെ, നല്ല സീറ്റ് കവറും മൊത്തത്തിൽ നീറ്റാണല്ലേ വണ്ടി? വണ്ടി ക്ലീൻ ആണ്, പെയിന്റ് അധികം കയറിയിട്ടില്ല. എത്ര ഓട്ടം പോയി? ഓട്ടം 60,000. ഓട്ടം കുറച്ച് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 1.2. ഓക്കെ, ഒരു 14-16 മൈലേജ്, 17 റേഞ്ചൊക്കെ മൈലേജ് ഏകദേശം കിട്ടും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഇത് ലാസ്റ്റ് നമുക്ക് ഒരു 5,00,000 കൊടുക്കാം. 5,50,000. ഓട്ടോമാറ്റിക് വാഗണർ VXI നിങ്ങൾക്ക് കൊണ്ടുപോകാം. 5,50,000 2020 മോഡലാണ് വാഹനം. ഏകദേശം 5 ലക്ഷം രൂപ ലോൺ കിട്ടും. 50,000 കണ്ടാൽ ഇറക്കുകയും ചെയ്യാം. വേറെ വർക്കൊന്നുമില്ല അല്ലേ? വേറെ മേജർ ഒന്നുമില്ല. ഓക്കെ, ഇതൊരു കോമ്പാക്ട് സെഡാൻ ഹോണ്ട അമേസ് KL 75. അമേസിൻ്റെ 4th ജനറേഷൻ അല്ലേ? ഇപ്പം ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള സാധനം. ഇപ്പം ഇറങ്ങിയത് പലരും പ്രതീക്ഷ ഇതായിപ്പോയി അല്ലേ, ആ ഒരു ഷേപ്പ്. അപ്പോൾ ഇത് നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡല്. 22,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,500 ലോ കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ഏതോ ഓപ്ഷൻ വരുന്നത്? എസ് മാനുവൽ SMT ആണ്. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, പെട്രോൾ വാഹനം, മിഡിൽ ഓപ്ഷൻ. SMT എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ് കുറവുണ്ടാവും, അതേ വ്യത്യാസമുള്ളൂ. ബാക്കി എയർ ബാഗും എല്ലാം വരുന്നുണ്ട്, മിറർ സിസ്റ്റമിൻ്റെ എല്ലാം വരുന്നുണ്ട്. കീ സ്റ്റാർട്ടേ വരൂ ഇതിൽ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു 13-17 റേഞ്ച് വരെയൊക്കെ മൈലേജ് നോക്കി ഓടിച്ചാൽ കിട്ടും. ഓക്കെ, ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 6,70 കൊടുക്കാം. 6,70. 2021 SMT 22,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ല? സിംഗിൾ 6 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ, 70 കണ്ട ഇറക്കാം. ഇതിലും വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒന്നും ചെയ്യാനില്ല, എടുക്കുക ഓടിക്കുക. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത വാഹനം കിയ സോണറ്റ് KL 52 പട്ടാമ്പി. അതെ, പട്ടാമ്പി രജിസ്ട്രേഷൻ വാഹനം. ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ. നല്ല മൈലേജാ. അതെ, ഞങ്ങളിപ്പോ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ഇതിനെ പോകണം. 20 above കിട്ടും. നല്ല മൈലേജ് കിട്ടുന്നൊരു കോമ്പാക്ട്. ഞാൻ 500 രൂപക്ക് അടിച്ചിട്ടേ ഇതെന്താ തീരാത്തത് എന്നുള്ളത് ഞാൻ അതിൽ കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, നല്ല മൈലേജാ. മാനുവൽ. ഏതാ ഓപ്ഷൻ ബേസ് മോഡലാണ്. പക്ഷെ ബേസിൽ തന്നെ എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ് ഉണ്ടോ? 2 എയർ ബാഗ്. അല്ല, സീറ്റിലും കാണുന്നുണ്ടല്ലോ എയർ ബാഗ്. 6 എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. 6 ഉണ്ട് തോന്നുന്നു. 6 4. ഓക്കെ, എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? ഇത് 2022 മോഡല്, 22 ലാസ്റ്റ് 11-ാം മാസം വണ്ടി. ഓക്കെ, 40,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്. നമുക്കൊരു 9.5 ലക്ഷം രൂപ കൊടുക്കാം വണ്ടി. 9,50,000 രൂപയ്ക്ക് ബേസ് ഓപ്ഷനാണ്. പക്ഷേ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലേ? പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അല്ലേ? പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതുപോലെ ടച്ച് സ്ക്രീൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അവർ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഗിയ? ഇത്രയും. ഓക്കെ, ഡീസൽ ഇത്ര മൈലേജിന്റെ കാര്യം പറഞ്ഞു, ഇനി എടുത്ത് പറയാനില്ല. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കിട്ടുമല്ലേ? ലോൺ ഏകദേശം ഒരു 8 ലക്ഷം രൂപ കിട്ടും. 8 ലക്ഷം. ഓക്കെ ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ട ജാസാണ് അടുത്തത്. KL 45 രജിസ്ട്രേഷൻ. നല്ല അടിപൊളി ടയേഴ്സും ഫ്രണ്ടിലുണ്ട് അല്ലേ? പുറകിൽ ആവറേജാണ്. ഓക്കെ, സ്റ്റെപ്പിനെ ഇറക്കിയിട്ടില്ല അല്ലേ? ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്, ബി ഓപ്ഷൻ, പെട്രോൾ, സിംഗിൾ ഓണർ, പെട്രോൾ, ഓട്ടോമാറ്റിക്, CVT ഗിയർ ബോക്സ് ആണ് വരിക. 2018 ബി ഓപ്ഷൻ ആണ്. ഇതിൻ്റെ ടോപ്പിൽ VX വരുന്നില്ല ഇതിൽ? വരുന്നുണ്ട്. സൺ റൂഫുള്ള വരുന്നുണ്ട് ജാസിലല്ല? ഓക്കെ, എന്തായാലും കമ്പനി സീറ്റ് കവർ അത്
കമ്പനി സീറ്റോടാ. ഓക്കെ, നീറ്റാണ്, വണ്ടി നീറ്റാണ്. വേറെ എന്തെങ്കിലും വർക്കുണ്ടോ? ഒരു വർക്കില്ല. ഇപ്പോൾ 39,000 കിലോമീറ്റർ ആയിട്ടുള്ളത്. 40 സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ഉണ്ട്, അതെ, എല്ലാ ഡീറ്റെയിലും ഉണ്ടല്ലോ. ഓക്കെ, ഹോണ്ട ജാസ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് കുറച്ച് കുറയും, പക്ഷേ നല്ല കംഫർട്ടാണ് അല്ലേ വണ്ടി. മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 11 to 13 ആ റേഞ്ചൊക്കെ കണ്ടാൽ മതി. CVT ഗിയർ ബോക്സ് ആണ്. ഡ്രൈവിംഗ് കംഫർട്ട് നല്ല ഇതാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? 2018 വണ്ടി നമുക്ക് 660 കൊടുക്കാം. ഓട്ടോമാറ്റിക് ജാസ് ബി ഓപ്ഷൻ 6,60,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. 2018 മോഡൽ 6 ലക്ഷം രൂപ കിട്ടും. 60,000 കണ്ട് ഇറക്കണം. റോസിൻ്റെ സ്വന്തം വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. KL 46 രജിസ്ട്രേഷൻ സ്വിഫ്റ്റാണ്. സ്വന്തം വണ്ടി എന്ന് പറയാൻ കാരണം റോസ് പണ്ട് ചാവക്കാട് ഭാഗത്തായിരുന്നു. അപ്പോൾ അന്ന് എടക്കഴിയൂർ അല്ലേ? എടക്കഴിയൂരായിരുന്നു. അന്ന് ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്തപ്പോൾ നിരത്തി ഇങ്ങനെ സ്വിഫ്റ്റായിരുന്നു. സ്വിഫ്റ്റിൻ്റെ ഒരു ചായരയാണ്. അപ്പോൾ ഇത് ഗുരുവായൂർ വണ്ടിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019-20 രജിസ്ട്രേഷൻ. ZXi പുള്ളിൻ്റെ തൊട്ട് താഴെ. അതെ, 80,000 കിലോമീറ്റർ ഓട്ടം. അതിൻ്റെ സർവീസ് കഴിഞ്ഞു. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, 19 മോഡൽ 20 അല്ലേ? 19-20 രജിസ്ട്രേഷൻ. ഓക്കെ, നല്ലൊരു നീറ്റ് വണ്ടിയാണ് അല്ലേ? ഓക്കെ, എത്ര? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5,000 കൊടുക്കാം. ZXi 5,80,000, 19 മോഡൽ 20 രജിസ്ട്രേഷൻ ZXi സ്വിഫ്റ്റ് 5,80,000 കൊണ്ടുപോകാം. മാനുവൽ വാഹനമാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 16 to 18 വരെയൊക്കെ മൈലേജും കിട്ടും അല്ലേ ഈ ഒരു സെഗ്മെൻറ്റ്? ലോണ് 5 ലക്ഷം കിട്ടും. 5.5 ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. 5,000 ഫുൾ ഓപ്ഷൻ അല്ലേ? ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെൻ്റ് ആണ് ഇറക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. ഇതും ഗുരുവായൂർ വണ്ടിയാണ്. KL 46. ഇവിടെ ഗുരുവായൂർ വണ്ടികൾ സ്വിഫ്റ്റ് കൂടുതൽ കാണാറുണ്ടല്ലോ. വരുന്ന സ്വിഫ്റ്റുകൾ മുക്കാൽ ഭാഗവും ഗുരുവായൂർ വണ്ടിയാണ് കാണാറ്. കൂടുതൽ ഇവിടുത്തെ സ്വിഫ്റ്റാന്ന് തോന്നുന്നു ഇഷ്ടം അല്ലേ? സ്വിഫ്റ്റ് അധികം വരാറുണ്ട് ഇവിടെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2018 ഡീസലാണ്. ഡീസൽ ഒരു 22ന്റെ മേലെ മൈലേജ്. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെ ബാക്കി കാര്യങ്ങൾ? 2018 90 ഓടിയുണ്ട്. 90,000. സർവീസ് പ്രോപ്പർ ആണോ? കറക്റ്റ് സർവീസാണ്. ഷോറൂം എല്ലാം പോയിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ടോ? ഫ്രണ്ടിൽ പുതിയാണ് രണ്ടും, പുറകിൽ ആവറേജ് അല്ല? ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, 2018 ഡീസൽ ഏതാ ഓപ്ഷൻ? ഏതാ? വീഡിയോ ആണ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? നമുക്കൊരു 6,10 കൊടുക്കാം. 6,10,000 വീഡിയോ മാനുവലാണ്. 2018 വാഹനം 6,10 കൊണ്ടുപോകാം. ഒരു 5-5.25 ലോൺ കിട്ടും. 3/4 വരെ കയറും. ഓക്കെ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു മെയിൻ്റനൻസ് വളരെ കുറഞ്ഞ ഒരു ഡീസൽ അല്ലേ മൈലേജ് ഉള്ളൊരു വണ്ടി കൊണ്ടുപോകാം. വീണ്ടും KL 46 സ്വിഫ്റ്റിനെ ഒരു റെഡ് കളർ വാഹനം. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019-20 രജിസ്ട്രേഷൻ. ഓക്കെ, 40,000 കിലോമീറ്റർ ഓട്ടം. പെട്രോൾ ഓട്ടോമാറ്റിക് ആണിത്. ഓക്കെ, ഒന്ന് മാനുവൽ കണ്ടു, ഒന്ന് ഡീസൽ മാനുവൽ കണ്ടു, ഒന്ന് പെട്രോൾ ഓട്ടോമാറ്റിക് വന്നിരിക്കുകയാണ്. 19 മോഡൽ 20 രജിസ്ട്രേഷൻ അല്ലേ? അതെ. ഓക്കെ, ഏതാ? VXi 41,000 കിലോമീറ്റർ ഓട്ടം. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. എത്രയാ ഇപ്പോൾ? നമുക്ക് ഒരു 6,60,000 കൊടുക്കാം. 6,60,000. 19-20 രജിസ്ട്രേഷൻ വരുന്ന VXi ഓട്ടോമാറ്റിക് AMT ആണ് വരിക. ഒരു 15 to 17 വരെയൊക്കെ എന്തായാലും മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, വേറെ ഒരു ക്ലെയിമും ഒന്നുമില്ലാത്ത വണ്ടി. ലോൺ എത്ര കിട്ടും? ലോൺ ഏകദേശം ഒരു 5.25 കിട്ടും. ഓക്കെ, നമ്മളെത്തൊരു ഡീസൽ വണ്ടി ഉണ്ട്. വേറെ ബ്ലൂ ഉണ്ടല്ലേ? അത് 65,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ബ്ലൂ. ഓക്കെ, അപ്പുറത്തുള്ളത് അത് നമുക്ക് ലാസ്റ്റ് ഒരു 6,65 കൊടുക്കാം. 6,65 ഡീസലാണത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടാറ്റ ടിയാഗോ ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ ആണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. അന്നിറങ്ങിയ എക്സെപ്റ്റ് ഇല്ല. എങ്ങനെയാ കാര്യങ്ങൾ? 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്ര പോയി? ഓട്ടം 70. 17. ഓക്കെ, നോർമൽ പെട്രോൾ വണ്ടിയുടെ ഓട്ടമാണ്. ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ആവറേജ് ഉള്ളൂ. അതെ, ടോപ്പ് ഉണ്ട് അന്നത്തെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് ഒരു 3,70,000 കൊടുക്കാം. 3,70,000 രൂപയ്ക്ക് അല്ലേ? ഒരു ക്ലെയിം ഒന്നുമില്ലാത്ത ഫുൾ ഓപ്ഷൻ മാനുവൽ ടിയാഗോ 2017 വാഹനം, സെക്കൻഡ് ഓപ്ഷൻ വണ്ടി. നിങ്ങൾക്ക് 3,70,000 കൊണ്ടുപോകാം. ഒരു 3 ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. 3,500 വരെ 20,000 രൂപ ഇറക്കാം. ഓക്കെ, നമ്മൾ ഓഫർ നേരത്തെ പറഞ്ഞാൽ ജനുവരി 15 വരെയാണ് കേട്ടോ. അതായത് നമ്മൾ 5,000 ഓഫർ കൊടുത്തു അല്ലേ? 5,000 ഒന്നുകിൽ കാറിൻ്റെ മുകളിൽ പറഞ്ഞ വിലയിൽ നിന്ന് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഫ്യൂവല്
അല്ലെങ്കിൽ ക്യാഷ്. മൂന്നായിട്ടാണ് തരുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ജനുവരി 15-ാം തീയതി വരെയാണ് ആ ഒരു ഓഫർ. 2025 ജനുവരി 15-ാം തീയതി വരെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം i10 ആണ്. ഹ്യുണ്ടായി i10 പഴയത് KL 39 രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2011 മോഡല്. ഓക്കെ, 78,000 കിലോമീറ്റർ ഓട്ടം, 3rd ഓണർഷിപ്പ്. ആ കിലോമീറ്റർ നമുക്ക് അത്രയും ജെനുവിനായിട്ട് പറയാൻ പറ്റുമോ? 78 ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല. വണ്ടിയുടെ നീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വലിയൊരു കാണില്ല. എത്ര ഓണർഷിപ്പ് പറഞ്ഞാൽ? തേർഡ് ആയിട്ട് 2011. ഓട്ടോമാറ്റിക് ആണ്. ഓ, 80 ഗിയർ ബോക്സ് അല്ലേ? 80 ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്. അതായത് പുറകോട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നമൊന്നുമില്ലാത്ത വണ്ടിയാണ്. പക്ഷെ മൈലേജ് നല്ല കുറയും. ഒരു 10-13 റേഞ്ച് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ലോ. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നത്? സ്പോർട്സ്. ബാക്ക് വൈപ്പർ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, 2011 i10 ആണ് ഓട്ടോമാറ്റിക്. എത്ര കൊടുക്കാം? 260 കൊടുക്കാം. 2,60,000. പ്രൈസ് നമ്മളിപ്പോൾ പറഞ്ഞെല്ലാം ഫൈനലാണ്. ലാസ്റ്റ് റേറ്റ് ആണ് പറഞ്ഞത്. ലാസ്റ്റ് റേറ്റ്. ഓക്കെ, 2,60,000 രൂപയ്ക്ക് 2011 ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2.5 ലോൺ കിട്ടും. രണ്ടിൻ്റെ ഉള്ളിൽ 11 കാരണം മോഡൽ അല്ലേ? ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മാരുതി സുസുക്കി സെലറിയോ KL 51 രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 20 രജിസ്ട്രേഷൻ. ഓക്കെ, 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് ആണ്. 19 മോഡൽ, 20 രജിസ്ട്രേഷൻ. ഏതാ? VXi? ZXi ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വാഹനം. 40,000 ഓടിയിട്ടുള്ളൂ. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഒതുങ്ങിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജും കിട്ടും അല്ലേ? കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു സെഗ്മെൻറ്റ് വാഹനമാണ് ഓട്ടോമാറ്റിക്. ട്രാഫിക്കിലൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഞാൻ നേരെ ട്രാഫിക്കിൽ പെട്ടപ്പോഴാണ് ഒരു ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നാണ്. ഓട്ടോമാറ്റിക് ഉപയോഗിച്ച് പിന്നെ മാനുവലിലേക്ക് പോവില്ല. ക്ലച്ച് ചവിട്ടി കാൽ രൂപമാക്കി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 4,95 കൊടുക്കാം. 19-20 രജിസ്ട്രേഷൻ ലോൺ കിട്ടും. ഫുൾ ലോണ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. വേറെ സ്റ്റോക്കുകളുണ്ട് ഇവിടെ. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വാട്സപ്പിൽ അയച്ചു തരും അല്ലേ? അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. കമൻസ് വായിക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നതേ അല്ല. എല്ലാ വീഡിയോസിൻ്റെയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. കമൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹുസൈൻ കാ, നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.